ആനക്കാര്യം പറഞ്ഞ് മലയോര മാലോകരടക്കം എല്ലാവരും പിണറായിക്കാലത്ത് കണക്കറ്റ് പരിഹസിച്ച മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് എലത്തൂർ മണ്ഡലത്തിൽ തോൽവിത്തൊപ്പി അണിയേണ്ടി വന്നതിന്റെ പിന്നിൽ ആനയും പുലിയും കടുവയും കാട്ടുപന്നിയും വഹിച്ച പങ്ക് അത്ര ചെറുതൊന്നുമല്ല. VD സതീശൻ മേനോൻ മുഖ്യമന്ത്രിയായി വിലസുന്ന UDF സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയാവാൻ T സിദ്ദിഖിന് നറുക്കു വീണെങ്കിലും ബേബി ജോൺ RSPയിലെ ഷിബു ബേബി ജോൺ ഒറ്റക്കാലിൽ നിന്ന് വനം വകുപ്പ് മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങി. ആർക്കും വേണ്ടാത്ത കറണ്ട് വകുപ്പിന്റെ മന്ത്രിയായി ഒതുങ്ങാൻ 4 MLA-മാരുള്ള ഷിബു തയ്യാറാവാതെ വന്നതോടെ KPCC അധ്യക്ഷൻ സണ്ണി വക്കീലിനൊടുവിൽ കറണ്ട് മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തു. മലയോര കർഷകർക്ക് സംരക്ഷണം ഒരുക്കി അവർക്ക് വേണ്ടി രംഗത്തെത്തിയ ചവറയിലെ കടലോരവാസി ഷിബു ബേബി ജോണിന് വനം വകുപ്പ് ഇപ്പോൾ കൂനിന്മേൽ കുരുവായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആന, പുലി, കടുവ, കാട്ടുപോത്ത്, കരട്, കാട്ടുപന്നി, വാനരക്കൂട്ടങ്ങളെ വിരട്ടിപ്പായിക്കാൻ പുതിയ തന്ത്രമന്ത്ര അടവുകളുമായി കാട്ടിലേക്ക് ഇറങ്ങിയ വകുപ്പ് മന്ത്രിയുടെ മുന്നിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി വന്നപ്പോഴാണ് ഈ വകുപ്പ് ഇത്തിരി പൊല്ലാപ്പ് പിടിച്ചതാണെന്ന് ഷിബു മന്ത്രിക്കും തോന്നി തുടങ്ങിയത്. നനഞ്ഞു പോയില്ലേ, ഇനി കുളിച്ചു കയറാമെന്ന മട്ടിൽ സകല വടക്കോപ്പുകളുമായി ആനക്കൂട്ടങ്ങളെ ആട്ടിപ്പായിക്കാൻ വിരട്ടലിന്റെ പുത്തൻ അടവുകളുമായി അതിരപ്പള്ളി മേഖലയിൽ പരീക്ഷണശാല തുടങ്ങിയിരിക്കുകയാണിപ്പോൾ വനം മന്ത്രിയും പരിവാരങ്ങളും. മലയോരക്കാരെല്ലാം ചേർന്ന് മാന്തി കൈക്കലാക്കി കൊക്കോയും അടക്കയും ജാതിയും റബ്ബറും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഭൂമിയുടെ നല്ലൊരു ശതമാനവും ആനകളുടെ ആവാസ മേഖലയും ആനത്താരകളും ആയിരുന്നില്ലേ എന്ന് ഒറ്റ മൈനയ്ക്കും ഒരു ചോദ്യമുണ്ട്. കയ്യേറി കാട് മുഴുവൻ സ്വന്തമാക്കിയാൽ കയ്യേറ്റക്കാരുടെ കൃഷിയിടങ്ങളിലേക്ക് കരിവീരന്മാർ ഇറങ്ങി വന്നാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? വനഭൂമിയിൽ വേണ്ടത്ര തീറ്റയും വെള്ളവും ഇല്ലാതാവുമ്പോൾ ഇവയൊക്കെ കിട്ടാവുന്ന ഇടങ്ങൾ തേടി അവയെല്ലാം കൂട്ടത്തോടെ ഇറങ്ങിയാൽ ആരെ തെറ്റു പറയാൻ പറ്റും? കാടിനോട് ചേർന്നുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫെൻസിങ്ങുകളും ഇരുമ്പുവേലികളും തകർക്കുന്നത് ആനയും കരടിയും കാട്ടുപന്നിയും മാത്രമാണോ? കടിവെട്ടാനും മ്ലാവിനെയും മാനിനെയും കാട്ടാടിനെയും കാട്ടുപന്നിയെയും തേടി വേട്ടക്കിറങ്ങാനും വേണ്ടി സംരക്ഷണ വേലി തകർക്കുന്നവരിൽ ചിലരെങ്കിലും മലയോര കർഷകരാണെന്നും പറയാതെ പറ്റുമോ? വേലി തന്നെ വിളവ് തിന്നാൽ പിന്നെ വേലക്കാരൻ എന്താണ് നേട്ടമെന്ന് കുടിയേറ്റക്കാരിലെ വനം കയ്യേറ്റക്കാരല്ലാത്ത പാവം കർഷകരും അവരുടെ കുടുംബങ്ങളും ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? പോയ ബുദ്ധി ഇനി ആന പിടിച്ചാൽ കിട്ടുമോ എന്നാണ് ഒറ്റ മൈനയ്ക്കും ചോദിക്കാനുള്ളത്.